മുനമ്പം വിഷയത്തിൽ സത്യത്തിൽ ആ ഭാഗത്തെ അപ്രദേശത്തെ ക്രൈസ്തവരെ BJP ചതിച്ചിരിക്കുകയാണ്. അവിടെ ഏകദേശം 50ഓളം കുടുംബങ്ങളെ BJPയിലേക്ക് ചേർത്തു. എന്നിട്ട് എന്താ ഉണ്ടായത്? ഇപ്പോൾ കേരളത്തിൽ കിരൺ റിജിജു മുനമ്പം സന്ദർശന വേളയിൽ എറണാകുളത്തെ പത്രസമ്മേളനത്തിൽ വെച്ച് അവരുടെ പൂച്ചു പുറത്തായ ഒരു പ്രസ്താവനയാണ് നടത്തിയത്. എന്താ നടത്തിയത്? വഖഫ് ബില്ലുകൊണ്ട് മുനമ്പം പ്രശ്നം തീരുകയില്ല. നിറകൊണ്ട പാതിരയ്ക്ക് തിരമാലകളുടെ തീരത്ത് നിന്ന് കടൽക്കാറ്റിനെ അവഗണിച്ച് അവർ ആർത്തിരമ്പി വിളിച്ചു, മോദിക്ക് ജയ്, സുരേഷ് ഗോപിക്ക് ജയ്. കൃത്യം ഒരാഴ്ച പോലും തികഞ്ഞില്ല. അതിനു മുമ്പേ മുനമ്പം ജനത ആ ചതി മനസ്സിലാക്കിയിരുന്നു. തങ്ങൾ വഞ്ചിക്കപ്പെട്ടു. മുനമ്പത്തെ ജനത വഞ്ചിക്കപ്പെട്ട ആ കഥ നിങ്ങളോടായി പറയുന്നത് പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനും അഭിഭാഷകനുമായ KJ റാഫിയാണ്. പക്ഷേ കേരളത്തിലെ ക്രൈസ്തവ മുന്നേറ്റത്തിന് ഒരു വെടിമരുന്നാകുക എന്നൊക്കെ പറഞ്ഞിരുന്ന മുനമ്പത്തിലെ ജനങ്ങളെല്ലാവരും നിരാശരല്ലേ? മുനമ്പം വിഷയത്തിൽ സത്യത്തിൽ ആ ഭാഗത്തെ അപ്രദേശത്തെ ക്രൈസ്തവരെ BJP ചതിച്ചിരിക്കുകയാണ്. കാരണം എന്തൊക്കെയോ മുനമ്പത്തിലൂടെ ഞങ്ങൾ അവർക്ക് ചെയ്യാൻ പോകുന്നു, ക്രൈസ്തവ വിഭാഗത്തെ ഞങ്ങൾ പിന്തുണച്ച് അവർക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപി ഉൾപ്പെടെ കേരളത്തിലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റുമാർ ഉൾപ്പെടെ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു ഉൾപ്പെടെ ലോക്സഭയിലും രാജ്യസഭയിലും വഖഫ് ബില്ല് കൊണ്ടുവന്ന് പാസാക്കുന്ന സമയത്തുള്ള ചർച്ചക്കിടയിൽ പറഞ്ഞത്. ഇവിടെ ഒരു കൃത്യമായ ഒരു കാര്യമുണ്ട്. മുനമ്പം എന്ന് പറയുന്നത് ഒരു വൈകാരിക വിഷയമാണ്. കേരള സർക്കാരിന്റെ ഞാനൊരു പ്രഖ്യാപിത ഇക്കാര്യത്തിലുള്ള നിലപാട് ആദ്യം പറഞ്ഞിട്ട് ഞാൻ അടുത്തതിലേക്ക് പോകാം. കേരള സർക്കാർ വളരെ പ്രഖ്യാപിതമായി ഒരു നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെന്താണ്? മുനമ്പത്തെ ഒരു കുടുംബങ്ങളെയും കുടിയൊഴിപ്പിക്കില്ല എന്നുള്ളതാണ് ആ നിലപാട്. അതിന് ചില സാങ്കേതിക വശങ്ങൾ, കോടതിയുടെ നിരീക്ഷണങ്ങൾ, കോടതിയിൽ ഉണ്ടായിട്ടുള്ള ചില വിധികൾ അവ മറികടക്കേണ്ടതുണ്ട്. അത് മറികടക്കുന്നതിനുള്ള ചില നടപടികളാണ് മുനമ്പം വിഷയം സംബന്ധിച്ച് പഠിക്കാനുള്ള ജസ്റ്റിസ് രാജേന്ദ്രൻ കമ്മീഷന്റെ നിയമനത്തോടുകൂടി കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ള നിലപാട്. പക്ഷെ മുനമ്പത്തെ ആളുകൾ BJP പറയുന്ന കാര്യത്തിൽ ചിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ BJP അവിടെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു മൂവ്മെന്റ് നടത്തി. അവിടെ ഏകദേശം 50ഓളം കുടുംബങ്ങളെ BJPയിലേക്ക് ചേർത്തു. എന്നിട്ട് എന്താ ഉണ്ടായത്? ഇപ്പോൾ കേരളത്തിൽ കിരൺ റിജിജു മുനമ്പം സന്ദർശന വേളയിൽ എറണാകുളത്തെ പത്രസമ്മേളനത്തിൽ വെച്ച് അവരുടെ പൂച്ചു പുറത്തായ ഒരു പ്രസ്താവനയാണ് നടത്തിയത്. എന്താ നടത്തിയത്? വഖഫ് ബില്ലുകൊണ്ട് മുനമ്പം പ്രശ്നം തീരുകയില്ല. കേരളത്തിലെ മുനമ്പത്തെ ക്രിസ്ത്യാനികളും കേരളത്തിലെ ക്രൈസ്തവ സമൂഹവും KCBCയും CBCI ഉൾപ്പെടെ വിചാരിച്ചത് വഖഫ് ബില്ലുകൊണ്ട് മുനമ്പം ഉൾപ്പെടെയുള്ള വഖഫ് ബോർഡിന്റെ പ്രശ്നങ്ങളെ, ക്രൈസ്തവർ നേരിടുന്ന പ്രശ്നങ്ങളെ മറികടക്കാൻ കഴിയുമെന്നായിരുന്നു. പക്ഷേ വളരെ കൃത്യമായി അന്നും കേരള മുഖ്യമന്ത്രി ഉൾപ്പെടെ, കേരള റവന്യൂ മന്ത്രി രാജൻ ഉൾപ്പെടെ, മറ്റു മന്ത്രിമാരുൾപ്പെടെ, പാർട്ടി ഇടതുപക്ഷ മുന്നണി നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞത് വഖഫ് ബില്ല് മുൻകാല പ്രാബല്യമില്ലാത്തിടത്തോളം മുനമ്പത്ത് അതൊരു പ്രശ്ന പരിഹാര മാർഗമല്ല എന്ന് കൃത്യമായി പറഞ്ഞു. വഖഫ് ബില്ലിൽ മറ്റനവധി ഒഴിവാക്കപ്പെടേണ്ട വസ്തുക്കളെ സംബന്ധിച്ചുള്ള നിലപാടാണ് LDFും UPI അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയും മൊത്തത്തിലെടുത്തത്. 232 വോട്ട് വഖഫ് ബില്ലിനെതിരായും 256 വോട്ടിന്റെ വ്യത്യാസം, 288 വോട്ട് മുനമ്പം വഖഫ് ബില്ലിന് അനുകൂലമായും ആണ് രേഖപ്പെടുത്തിയത്. 56 വോട്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു അധികം വലിയ വോട്ടല്ല. അത് മറികടക്കാവേണ്ട വോട്ടായിരുന്നു എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പക്ഷെ പല ഘടകങ്ങളിലും NDA ഘടകകക്ഷികൾക്ക് അതിപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളത് കൊണ്ട് സത്യത്തിൽ
കിരൺ റിജു ഇക്കഴിഞ്ഞ ദിവസം എറണാകുളത്തെ പത്രസമ്മേളനത്തിൽ അവരുടെ തെറ്റ് ഏറ്റു പറഞ്ഞിരിക്കുകയാണ്. അവർ ക്രൈസ്തവരെ ചതിച്ചു എന്ന് പറയാതെ പറഞ്ഞു. സമരസമിതി കൺവീനർ തന്നെ തുറന്നു പറഞ്ഞു. അത് ചുരുക്കി പറഞ്ഞാൽ ഒരു വെടിക്കെട്ടിന് കാത്തുനിന്ന BJP-ക്കാരുടെ വെടിക്കെട്ടുകളൊക്കെ ഒരു നനഞ്ഞ പടക്കമായി മാറി എന്നുള്ളത് തന്നെയല്ലേ ഈ സത്യം? മുനമ്പം വിഷയത്തിൽ ഇനിയും ഞാൻ എന്റെ ഒരു അഭിപ്രായം, അല്ല, കേരളത്തിലെ മതനേതാക്കളൊക്കെ പറഞ്ഞു തർപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മതവിഷയമല്ല എന്ന് അവരെല്ലാവരും പറഞ്ഞു. അവർ ഇപ്പോഴും ഒരു വ്യാമോഹം വെച്ച് പുലർത്തുന്നു. കേരളത്തിലെ മതനേതാക്കൾ ഇപ്പോൾ പറഞ്ഞു പറ്റിച്ചിട്ടുള്ളത് ഈ വഖഫ് ബില്ല് റൂൾസ് ഫ്രെയിം ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് അനുകൂലമായി വരുന്നു എന്നതാണ് ഒരു അടിസ്ഥാന കാര്യം. ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ പറ്റുമ്പോൾ BJP-ക്കാർ മനസ്സിലാക്കുന്നത് ആക്ടിൽ ഇല്ലാത്ത കാര്യം റൂളിൽ കൊണ്ടുവരാൻ കഴിയില്ല. ആക്ടിൽ ഇല്ലാത്തൊരു കാര്യം റൂളിൽ കൊണ്ടുവന്ന് നടപ്പാക്കാൻ കഴിയും. അപ്പൊ ആക്ടിൽ ഇല്ലാത്ത മുൻകാല പ്രാബല്യമോ അതുമായി ബന്ധപ്പെട്ട കാര്യമോ ഇനി റൂളിൽ കൊണ്ടുവരും എന്നുള്ളത് ഒരു തെറ്റായ അടുത്ത ചതിപ്രയോഗം മാത്രം. അന്ന് ഞങ്ങൾ BJP-ക്കാർക്കൊരു പേര് വീണ് കിട്ടി, പറ്റിക്കൽ പ്രസ്ഥാനം. ഭൂമി കൊടുക്കാമെന്ന് വാക്ക് കൊടുത്ത് പറ്റിച്ചു പോയ പ്രസ്ഥാനം. തോൽവികൾ ഏറ്റുവാങ്ങാൻ വേണ്ടി ഞങ്ങൾ BJP-ക്കാരുടെ ജീവിതം ഇനിയും ബാക്കി.